മേടിക്കാനാണ് വന്നത്? മുളക്, മല്ലി, മറ്റുള്ള പലചരക്ക് കാണാൻ ഉഴുന്ന്, പയറ് ഇതൊക്കെ വാങ്ങിക്കാനാണ്, വീട്ടിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് വന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി മാക്സിമം സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നവർക്ക് ഒരു സാധനം ഇല്ലായിരുന്നു. മുളക് കാണൂല, ഉഴുന്ന് കാണൂല, ആകെ 2-3 ഐറ്റങ്ങളെ കാണൂ. അത് നമ്മൾ വളരെ ബുദ്ധിമുട്ടി നന്നായി എടുക്കാൻ പറ്റും. അത് അവർ നമ്മളെ മാനസികമായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ നോക്കും അത്രത്തോളം ബുദ്ധിമുട്ടിച്ച് ആളുകൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഈ പ്രാവശ്യം നല്ല സാധനങ്ങൾ വാങ്ങിക്കാനെല്ലാം ലാഭമുണ്ട്. എല്ലാ ഐറ്റം സാധനങ്ങളും കൂടെ ഉണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഏത് സാധനമാണ്, ഏത് പ്രോഡക്റ്റാണ് നല്ല രീതിയിൽ വില കുറവായിട്ട് തോന്നിയത്? മുളവാണ്. മുളവും, മല്ലി, ഉഴുന്ന്, പയറ്, അതൊക്കെ നല്ല വില ഉണ്ട്. ആളുകൾക്കൊക്കെ വളരെ വാങ്ങിക്കാനും ഞാനും അതൊക്കെ വാങ്ങിക്കാനാണ് ചെയ്യുന്നത്. വളരെ വില കുറവുണ്ട്. ഓക്കെ ചേട്ടാ, ഓക്കെ, ഹാപ്പി ഓണം. ഓക്കെ, എന്തൊക്കെ സാധനങ്ങൾ മേടിച്ച്? എല്ലാ സാധനങ്ങളും മേടിച്ചു. എന്തൊക്കെ ഉണ്ട് ഹൈലൈറ്റ് ആയിട്ട് തോന്നി? എന്തൊക്കെയാണ്? പയറ്, മല്ലിപ്പൊടി, മല്ലി, മുളക്, പയറ്, ഇതൊക്കെ വെളിയിലെ വിലയും കാട്ടി വില കുറവായിട്ട് തോന്നുന്നുണ്ടോ? നല്ല വില കുറവുണ്ട്. മോൾ എന്തെങ്കിലും മേടിച്ചോ? മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന ഡാർക്ക് ഫാൻറ്റസി മേടിച്ച്. ഡാർക്ക് ഫാൻറ്റസി ഒന്നിൽ നിർത്തി എന്താണ് 4-5 മേടിക്കാത്തത്? വേറൊന്നും മേടിച്ചില്ലേ? ഓക്കെ, ഓയിലൊന്നും മേടിച്ചില്ല. എണ്ണയൊക്കെ എങ്ങനെയുണ്ട്? നല്ല വില കുറവുണ്ടോ? ഓക്കെ ചേച്ചി, ഓക്കെ, ഹാപ്പി ഓണം. സാധനങ്ങളൊക്കെ കൈ നിറച്ച് വാങ്ങിച്ചിട്ടുണ്ടോ? എന്തൊക്കെ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്? സബ്സിഡി ഉള്ള എല്ലാ സാധനങ്ങളാണ്? സബ്സിഡി ഇല്ലാത്തത് വാങ്ങിച്ചിട്ടുണ്ടോ? ഏതാണ് ഹൈലൈറ്റ്? ഏതായിട്ട് തോന്നി? വില ഏറ്റവും കുറവ് ഏതായിട്ട് തോന്നി? എന്നാലും ഈ ശർക്കര, മുളക്, പഞ്ചസാര, അതിൽ ഏതാണ് കൂടുതലും വില നല്ല രീതിയിൽ കുറവായിട്ട് തോന്നി? ഏതാണ്? ഓക്കെ, പിന്നെ ഓക്കെ, എന്താ നിനക്ക് ഒന്നും പറയാനില്ലേ? എന്തെങ്കിലും മേടിച്ച? അമ്മയോട് വന്ന് എന്തെങ്കിലും സാധനം മേടിച്ചു കൊടുത്താ? എല്ലാം മേടിച്ചാ? ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്? എന്തെങ്കിലും എടുത്തു കൊടുത്താ? നിന്റേതായിട്ട് സജഷൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ? പഞ്ചസാര മേടിക്കാം, പായസം മേടിക്കാം എന്നൊക്കെ പറഞ്ഞു. പായസം മേടിച്ചു കൊടുത്ത്? വില കുറവുണ്ടോ? ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സാധനങ്ങളുണ്ടല്ലോ, എന്തൊക്കെ മേടിച്ച്? കുറച്ച് പച്ചക്കറിയും കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചോളൂ. എല്ലാം മേടിച്ചില്ല? ഫസ്റ്റ് ടൈമാണോ വരുന്നത്? അതാ നേരത്തെ കൂട്ടി ഒന്ന് മേടിച്ചാ? എല്ലാ വർഷവും വരുന്ന കണക്ക് വർഷവും വന്നു. ഓക്കെ, എന്തൊക്കെ ഐറ്റംസ് ആണ് ചേട്ടന് കൂടുതലായിട്ട് ലാഭം തോന്നിയിട്ടുള്ളത്? ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എണ്ണ, വെളിച്ചെണ്ണ വാങ്ങിക്കും, കുറച്ച് ലാഭമായിട്ട് തോന്നും. പിന്നെ അരിയൊക്കെ ലാഭമാണ്. അരിയൊക്കെ ലാഭമാണ്. പുറത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലാഭമാണ്. കുറച്ച് പുറത്തെ വില വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. ഓക്കെ ചേട്ടാ, ഓക്കെ, ഹാപ്പി ഓണം. സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പേരാണെങ്കിൽ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു തിരക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലാണെങ്കിൽ മെയിനായിട്ടുണ്ട്. ഇത് മെയിനായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ട്രിവാൻഡ്രത്തുള്ള. ഏകദേശം 40-ലധികം ബ്രാഞ്ചസ് ഉള്ളതിൽ ഈ ഒരു ബ്രാഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ബില്ലിംഗ് എല്ലാം ചെയ്തതിന് ശേഷം ഇവിടെ ഈ സൈഡിൽ നിന്ന് അരി മേടിക്കുമ്പോഴേക്കും നമ്മുടെ അൻഷാദാണ് സംഭവം. അൻഷാദ്, എന്തൊക്കെ ഉണ്ട് സംഭവം? അരിയൊക്കെ മേടിക്കാൻ ആൾക്കാർ നല്ല രീതിയിൽ വരുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല, നല്ല തിരക്കാണ്. എന്തൊക്കെ അരിയുണ്ട്? ജയരിയുണ്ട്, ചമ്പാവരിയുണ്ട്, പച്ചരിയുണ്ട്, സുരേഖ അരിയുണ്ട്, തൊപ്പി അരിയുണ്ട്, ബിരിയാണി അരിയുണ്ട്. മാർക്കറ്റിലെ വില വെച്ച് നോക്കുമ്പോഴേക്കും വില എങ്ങനെയാണ്? വളരെ വളരെ വ്യത്യാസമുണ്ട്. കമ്പയർ ചെയ്ത് ഏതെങ്കിലും 2 ഐറ്റം പറയോ? ജയരി നമുക്ക് ഇവിടെ 34 രൂപയാണ് 1 കിലോയ്ക്ക്. ഓക്കെ, വെളിയിൽ വന്നിട്ട് 64 രൂപയാണ്. ഓക്കെ, ഇനി അടുത്ത അരി? 1 കിലോ സുരേഖ 45 രൂപയാണ്, വെളിയിൽ 54 രൂപയാണ്. 54 രൂപ. പച്ചരി ഇവിടെ 28 രൂപയുള്ളൂ, വെളിയിൽ 34 രൂപയാണ്. ഓക്കെ, അമ്മ അരിയൊക്കെ എങ്ങനെയുണ്ട്? ക്വാളിറ്റി ഉണ്ടോ? ക്വാളിറ്റി ഉള്ള അരി തന്നെയാണ് ചേട്ടാ അരി? ഓക്കെ ചേട്ടാ, ചോദിക്കട്ടോ? ഓക്കെ, അപ്പോൾ ചേട്ടനൊക്കെ തിരക്കാണോ? സോറി.